അപ്പോൾ വന്നതാ ഇന്നൊരു ബേബി ഫ്രോക്കിൻ്റെ വീഡിയോ ആണ്. ഒരു എലൈൻ ഫ്രോക്കാണ്. പക്ഷേ ഈ ഫ്രോക്കിന് പ്രത്യേകതകളുണ്ട്. ഇത് ഞാൻ കുറച്ച് കട്ട് പീസ് വെച്ചിട്ടാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇങ്ങനെ പീസ് തയ്ക്കാതെ വരുമ്പോൾ ജോയിൻ ചെയ്തൊക്കെ ഇങ്ങനെ ചെയ്യാന്നുള്ളതാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത്. പിന്നെ ഇത് 2 പീസ് വെച്ചിട്ടുണ്ടായിരുന്നു. ആ പീസിന് ഒരു 28 ഇഞ്ചോളം ഇറക്കുന്നുണ്ട്. പക്ഷേ എനിക്ക് 19 ഇഞ്ച് മതി. അപ്പോൾ ഞാൻ അത്രയും ഇതാക്കിയാണ്ട് അവിടെ കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. പിന്നെ ഈ ബാലൻസ് വന്ന ഈ പീസ് ഇതാ ഈ സൈഡിലോട്ട് വെച്ചിട്ട് നമുക്ക് ഫ്ലെയർ അത്യാവശ്യമാണല്ലോ. അപ്പോൾ ആ ഫ്ലെയറിന് വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യും, ഇതിവിടെ ജോയിൻ്റ് ചെയ്തെടുക്കുക ചെയ്യുന്നത്. ഈ ചെയ്യുന്ന ബാക്ക് പീസാണ് കേട്ടോ. അതാ 2 പീസാണ്. ഇനി ഇവിടെ ഇങ്ങനെ ജോയിൻ്റ് ചെയ്ത് കൊടുക്കണം. അതുപോലെ തന്നെ ആ വെക്കുന്ന ചെറിയ പീസും ഒന്ന് ജോയിൻ്റ് എടുത്ത് വരാം കേട്ടോ. ജോയിൻ്റ് അടിച്ച് വരാം. അതാ ഇത് ഞാൻ ജോയിൻ്റ് ചെയ്തു കേട്ടോ. ഇനി ഞാൻ കട്ടിങ് ഇത് ബാക്ക് സൈഡാണ് ഫസ്റ്റ് കട്ട് ചെയ്യുക കേട്ടോ എലൈൻ ഫ്രോക്കിൻ്റെ. അപ്പോൾ ഞാൻ ഷോൾഡർ ഇവിടെ 4.25 ഇഞ്ച് എടുത്തു. കൈക്കുഴിൻ്റെ ഇറക്കം 4.5 ഇഞ്ച് എടുത്തു കേട്ടോ. ഞാൻ ഒരു 1.5 വയസ്സ് മുതൽ 2 വയസ്സ് വരെയുള്ള ബേബീൻ്റെ അളവാണ് പറയുന്നത് കേട്ടോ. പിന്നെ ഇതാ നെഞ്ചളവ് 5.5 ഇഞ്ച് എടുത്തു. പിന്നെ എന്ത് ചെയ്തു, തയ്യൽ തുമ്പ് 1 ഇഞ്ച് കൂടെ ആഡാക്കി കേട്ടോ. കൈക്കുഴിൻ്റെ അവിടെ കർവ് വരച്ചു കൊടുത്തു. പിന്നെ ഹിപ്പിൻ്റെ ഇറക്കം 8 ഇഞ്ചിലാണ് ഞാൻ ഷേപ്പ് കൊടുക്കുന്നത്. കുട്ടികൾക്ക് 8 ഇഞ്ചിൽ മതി കേട്ടോ. ഇവിടെ ഷേപ്പ് വരച്ചു കൊടുത്തു. ഇനി നമുക്ക് ഫ്ലെയറാണ് കൊടുക്കേണ്ടത്. വേണ്ടിയിട്ട് ഞാൻ ഫുൾ ലെങ്ത്ത് എടുത്തു. ഫുൾ ലെങ്ത്ത് തന്നെ ആ കോണിൽ നിന്ന് എന്ത് ചെയ്യും, താഴെ എത്ര ഫ്ലെയർ വരണം അത്രയും ഫ്ലെയർ വരെ ഞാൻ എന്ത് ചെയ്തു, ആ ഒരു കോണിൽ നിന്ന് സെയിം അളവിന് ഇങ്ങനെ കൊടുക്കുക വേണ്ടത് കേട്ടോ. ഇനി നമ്മൾ നല്ല ഫ്ലെയർ എന്തായിട്ട് നല്ല വിടർന്ന് കിട്ടും കേട്ടോ. അത്യാവശ്യം നല്ല ഫ്ലെയർ ഉണ്ടാവും. ഇതേപോലെ ആ മാർക്ക് ചെയ്ത് കൊടുത്തു. അവിടെ നിന്ന് ഇങ്ങനെ വരച്ച് കൊടുക്കുക. സിമ്പിളായിട്ട് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നൊരു ഫ്രോക്കാണ് എലൈൻ ഫ്രോക്ക് കേട്ടോ. ഇനി കട്ട് ചെയ്യാണ്. ഇത് നിങ്ങൾക്ക് ഒറ്റ പീസ് ചെയ്യുകയാണെങ്കിൽ പീസ് 2ആയി മടക്കി വെച്ചിട്ട് ഇങ്ങനെ ചെയ്താൽ മതി കേട്ടോ. ഞാനൊരു നിങ്ങൾക്കറിയാം, മുൻ വീഡിയോ കണ്ടവർക്കൊക്കെ അറിയാം, ഈ ഒരു ക്ലോത്ത് കൊണ്ട് ചുരിദാർ അടിച്ചിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ബാലൻസ് വന്ന പീസാണ് കേട്ടോ. അത് വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഇതേ ചെയ്തു. ഇനി ഫ്രണ്ടാണ് കേട്ടോ. ആ ഫ്രണ്ടിന് വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്തു, ഫസ്റ്റ് 2ആയി മടക്കിയിട്ടിട്ട് ഒരു 3 ഇഞ്ച് ഫ്രണ്ടിലിങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുക. ചീത്ത വശമാണ് തിരിച്ചിടേണ്ടത്. ഞാനിവിടെ നല്ല വശം ഇട്ട് മാറിപ്പോയതാണ് കേട്ടോ. എന്നിട്ട് ഇതാ 3 ഇഞ്ചിൻ്റെ അവിടെ നിന്ന് അങ്ങോട്ടേക്കാണ് ബാക്ക് പീസ് വെച്ച് കൊടുക്കേണ്ടത്. എന്നിട്ട് എന്ത് ചെയ്യുക, ബാക്കിൻ്റെ സെയിം ഇറക്കം തന്നെ മാർക്ക് ചെയ്യുക. ഷേപ്പും അത് തന്നെ മാർക്ക് ചെയ്യുക കേട്ടോ. പക്ഷേ ഈ ഒരു ഭാഗത്തേക്ക് കുറച്ച് പീസ് അവിടെ ജോയിൻ്റ് ചെയ്ത് കൊടുക്കേണ്ടി വരും. അത് ചെറിയൊരു പീസ് അവിടെ ജോയിൻ്റ് അടിച്ചാൽ മതി കേട്ടോ. ഇനി ഇത് കട്ട് ചെയ്തെടുക്കുകയാണ്. ഈ ഫ്രണ്ടിൽ 3 ഇഞ്ചിലത് നിങ്ങൾക്ക് വേണമെങ്കിൽ 4 ഇഞ്ചും 5 ഇഞ്ചും ഒക്കെ ആക്കാം കേട്ടോ. അതിലേറെ വേണ്ട, 5 ഇഞ്ച് മതി കുട്ടികൾക്കാവുമ്പോൾ. ഈ മോഡൽ നമുക്ക് വലിയവർക്കും ചെയ്യാൻ പറ്റും കേട്ടോ. അളവുകൾ കൂട്ടിയെടുത്താൽ മതി. ഇത് പാർട്ടായിട്ടാണ് വീഡിയോ ഇടുന്നത്. അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് പാർട്ട് ഇതാണ്. സെക്കൻഡ് പാർട്ട് ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോ വരും കേട്ടോ. അത് മുഴുവനായിട്ട് ഫുൾ വീഡിയോ ഇൻഷാ അല്ലാഹ് അപ്ലോഡ് ചെയ്യാൻ കഴിയുമെങ്കിൽ അപ്ലോഡ് ചെയ്യേണ്ടത്.